ഹലോ നമസ്കാരം. നമ്മൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലൊരു സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ജാം ഒത്തിരി ഇഷ്ടമുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിന് ജാം നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ജാം മേടിച്ച് കൊടുക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കുമ്പോഴാണ് കണ്ടത് അതിൽ ആഡഡ് ഫ്ലേവേഴ്സ് ഉണ്ട്, ആഡഡ് കളേഴ്സ് ഉണ്ട്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒന്നാണ് ഈ സ്ട്രോബെറി ജാം. അതിനായിട്ട് നല്ല പഴുത്ത സ്ട്രോബെറി എടുക്കണം. ഞാനൊരു 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറുതായിട്ട് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അടുപ്പത്തത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഷുഗർ ഉപയോഗിക്കുക. എനിക്ക് 3/4 കപ്പ് ഓക്കെ ആയിരുന്നു. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പൊക്കെ ഇടാം. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് മൂടി വെക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് നല്ല ജ്യൂസൊക്കെ ഇറങ്ങും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊന്തി പുറത്ത് ചാടാനുള്ള സാധ്യതയുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് തിക്കാവാൻ തുടങ്ങും. തിക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കേണ്ട കാര്യമില്ല. തുറന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് സ്പൂണിലെടുത്ത് നോക്കി വെച്ചിട്ട് അതിന് നടുക്കൂടെ ഒരു വര വരച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് തെളിഞ്ഞ് നിൽക്കണം. അതിൻ്റെ സൈഡിലോട്ടൊന്നും ഒഴുകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാവുന്നതാണ്. നാരങ്ങ നീര് ഒരു പ്രിസർവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഇളക്കിയിട്ട് നമുക്കത് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ചൂടോടെ തന്നെ അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് സെറ്റാകും. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 1 മാസത്തോളമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും.